شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, മാഷാ അല്ലാഹ്, റമദാനിൻ്റെ രാവുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര വായന, അതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയുള്ള ഒരു യാത്ര, ആ ഹദീസുകൾക്ക് വേണ്ടി ഒരുപാട് അധ്വാനം ചെലവഴിച്ച സഹാബത്ത്, അതുപോലെ തന്നെ മഹാമുഹദ്ദിസുകൾ, ഇവരുടെയൊക്കെ ജീവിതത്തിലെ എളിയ ഏടുകളെയാണ് നമ്മളെടുത്ത് വായിച്ചു കൊണ്ടിരിക്കുന്നത്. കുതുബു സിത്ത, 6 പ്രധാന പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഈ 6 രാവുകളിൽ നമ്മൾ പ്രധാനമായ ഹദീസ് ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും മുഹദ്ദിസുകളെ സംബന്ധിച്ചും ഇങ്ങനെ പറഞ്ഞു പോരുന്നു. അതിൽ നിന്ന് ഓരോ ഹദീസുകളെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മഹാനായ അബൂദാവൂദ് റഹിമഹുല്ലയുടെ, സുലൈമാൻ ഇബ്നു അശ്അസ് അസിജിസ്താനി എന്ന അബൂദാവൂദ് റഹിമഹുല്ലയുടെ സുനനിലെ ഒരു ഹദീസിനെയാണ് നമ്മൾ കാതോർത്തത്. ഇമാം അബൂദാവൂദ് റഹിമഹുല്ലയെ പറ്റി ഒരിക്കൽ ഇമാം ഹാക്കിം രേഖപ്പെടുത്തിയത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഹദീദിനെ അഥവാ ഇരുമ്പിനെ അള്ളാഹു എളുപ്പമാക്കി കൊടുത്തതുപോലെ, വളരെ ലയ്യനാക്കി കൊടുത്തതുപോലെ, സോഫ്റ്റാക്കി കൊടുത്തതുപോലെ ഹദീസിനെ ഇമാം അബൂദാവൂദിനെ അള്ളാഹു ലയ്യനാക്കി കൊടുത്തു എന്നുള്ള നിലക്കായിരുന്നു ഒരു പ്രതിപാദനം. ഹദീസ് ഗവേഷണ യാത്രകളിൽ, അവരുടെ പഠനങ്ങളിൽ, ഹദീസുകളെ ശേഖരിക്കുന്ന കാര്യങ്ങളിലൊക്കെ അവർ കാണിച്ചിരുന്ന താല്പര്യത്തെയും അവർക്ക് അത് എളുപ്പമാക്കപ്പെട്ട കാര്യങ്ങളെയുമാണ് അത്തരം വരികൾ സൂചിപ്പിച്ചത്. ഇന്ന് നമ്മൾ വായിക്കുന്നത് ഇമാം തുർമുദി റഹിമഹുല്ലയുടെ സുനനിൽ നിന്നുള്ള ഒരു ഹദീസിനെയാണ്. തുർമുദി എന്നും തിർമിദി എന്നും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പേരായി നമ്മൾ കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം ജനിച്ച നാടിൻ്റെ പേര് തിർമിദ് എന്നാണ്. ഇമാം തുർമുദിയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാവട്ടെ നമ്മുടെ ഇന്നത്തെ യാത്രയുടെ തുടക്കം. ഇമാം തുർമുദിയുടെ മുഴുവൻ പേരെന്താണ്? നമ്മളെല്ലാവരും കേട്ട് പരിചയിച്ചത് തുർമുദി അല്ലെങ്കിൽ തിർമിദി എന്ന പേരാണ്. പക്ഷേ ഇമാം തുർമുദിയുടെ യഥാർത്ഥ പേര്, കുതുബു സിത്തയിലെ മുഹദ്ദിസുകളുടെ പേരൊക്കെ പറയുന്നത് പോലെ തന്നെ ആദ്യം അൽ ഇമാം, അൽ ഹാഫിൽ എന്ന ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത, സ്പെഷ്യാലിറ്റി മഹാന്മാരായ മുഹദ്ദിസുകൾക്ക്, ചില മുഹദ്ദിസുകൾക്ക് മാത്രം ചില ചരിത്രകാരന്മാർ നൽകിയ ആ വാക്ക് ഇമാം തുർമുദിയുടെ പേരിലും നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിച്ചെടുക്കാൻ കഴിയും. അൽ ഇമാം, അൽ ഹാഫിൽ, അബു ഈസ മുഹമ്മദ് ഇബ്നു ഈസ സൗറ ഇബ്നു മൂസ ഇബ്നു ലഹാഖ് അസ്സുലമി അത്തിർമിദി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അതിൽ അദ്ദേഹത്തിൻ്റെ പരമ്പര, അദ്ദേഹത്തിൻ്റെ നാട്, അദ്ദേഹത്തിൻ്റെ പിതാമഹാന്മാർ, അദ്ദേഹത്തിൻ്റെ പിതാവ്, അദ്ദേഹത്തിൻ്റെ പേര് ഒക്കെ ഉൾക്കൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. അബു ഈസ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുനിയത്താണ്. മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഈസ എന്നാണ്. ഈസയുടെ പിതാവ് സൗറയും സൗറയുടെ പിതാവ് മൂസയുമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ആ സുലമി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സുലൈം എന്ന് പറയുന്ന ഗോത്രത്തെ സംബന്ധിച്ചാണ്. സുലൈം ഗോത്രമൊക്കെ അറബികൾക്കിടയിൽ വളരെ അറിയപ്പെട്ടിരുന്ന ഒരു ഗോത്രമാണ് സുലൈം ഗോത്രം. ബനു സുലൈമൊക്കെ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ആ സുലമി എന്നൊരു പേര് അതിൽ വന്നത്. പിന്നുള്ളത് തിർമിദി അല്ലെങ്കിൽ തുർമുദി. തുർമുദി അല്ലെങ്കിൽ തിർമിദി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ തിർമിദ് എന്നാണ് ആ നാടിൻ്റെ യഥാർത്ഥ പേര്. തിർമിദ് എന്ന ആ നാട് ഇന്നും നിലനിൽക്കുന്ന ഒരു നാടാണ്. ഏകദേശം ഇന്നത്തെ നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിൻ്റെ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ ആ രാജ്യത്തിലുള്ള ഒരു പട്ടണത്തിൻ്റെ പേരാണ് തിർമിദ്. ഇന്നും ആ പട്ടണം സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അറിയാൻ പറ്റുന്നത്, തിർമിദ്. അതുകൊണ്ടാണ് തിർമിദി എന്ന പേരിൽ വന്നത്. ഫസ്റ്റിൽ നമ്മൾ കെസറ കൊടുക്കുകയാണെങ്കിൽ മീമിനും കെസറ കൊടുക്കാം. എന്നാൽ ഫസ്റ്റ് താഇന് നമ്മൾ ദമ്മ കൊടുക്കുകയാണെങ്കിൽ മീമിനും ദമ്മ കൊടുക്കാം. തുർമുദ് എന്ന് വേണമെങ്കിലും പറയാമെന്നാണ്. അത് ഭാഷാപരമായ അതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ള നിലയ്ക്ക്. ഏകദേശം ഹിജ്റ 209 ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നുണ്ട്. 209. നമ്മൾ ഈ പറഞ്ഞു വന്ന മുഹദ്ദിസ് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഒക്കെ ഏകദേശം അതേ ഒരു കാലയളവിൽ 194, 202, 206 എന്നിങ്ങനെ നമ്മൾ പറഞ്ഞു പോയതാണ്.
ഇമാം തുർമുദിയാകട്ടെ 209 ജനിച്ച ആളാണ്. അന്ധനായിക്കൊണ്ടാണ് ജനിച്ചത് എന്നാണ് ചില ചരിത്രകാരന്മാർ പറഞ്ഞതെങ്കിലും ഇമാം ദഹബിയെ പോലുള്ള പണ്ഡിതന്മാർ തീർച്ചപ്പെടുത്തിയത് അവസാന കാലഘട്ടത്തിൽ ഇമാം തുർമുദിയുടെ അവസാന കാലായപ്പോൾ അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടു, പൂർണ്ണ അന്ധനായിരുന്നു എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് മുഖദ്ദിമത്തു തുഹ്ഫത്തുൽ അഹ്വദി എന്ന് പറയുന്ന തുഹ്ഫത്തുൽ അഹ്വദി ഇമാം തുർമുദിയുടെ സുനനിന്റെ ഏറ്റവും പ്രസിദ്ധമായൊരു ഷർഹാൻ. തുഹ്ഫത്തുൽ അഹ്വദി ഫി ഷർഹി സുനനി തിർമിദി, അത് മുബാറക് ഫൂരിയുടെ ഇന്ത്യക്കാരനായ ഒരു മുഹദ്ദിസിന്റെ ഗ്രന്ഥമാണ്. വളരെ രസകരമായ നല്ല ഷർഹാണ് സുനനിലെ ഹദീസുകൾക്ക് ആ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ മുഖദ്ദിമയിലാണ് ഈ പരാമർശങ്ങൾ, അദ്ദേഹത്തിന്റെ ജനനവും മറ്റു കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഇനി ഇമാം തുർമുദിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞു പോയ മുഹദ്ദിസുകളെ സംബന്ധിച്ച് പറഞ്ഞ പോലെ തന്നെ അറിവിനോട് നല്ല സ്നേഹമുള്ള കുടുംബത്തിൽ വളർന്ന ആളാണ്. നന്നായി അതിനുവേണ്ടി ഒരുപാട് ഗുരുനാഥന്മാരിലേക്ക് യാത്ര ചെയ്ത ആളാണ്. ചെറുപ്പത്തിൽ തന്നെ അബൂ ജഅഫർ മുഹമ്മദ് ഇബ്നു ജഅഫർ അശ്ശംനാനി എന്ന് പറയുന്ന മഹാപണ്ഡിതന്റെ അരികിലേക്ക് 10ാമത്തെ വയസ്സിൽ യാത്ര പോയവനാണ് ഇമാം തുർമുദി. 10ാമത്തെ വയസ്സിൽ പഠിക്കാൻ വേണ്ടി, അറിവ് തേടാൻ വേണ്ടി, ബാലപാഠങ്ങൾ നുകരാൻ വേണ്ടി യാത്ര പോയവൻ. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് മുഹദ്ദിസുകളിലേക്ക്, മഹാപണ്ഡിതന്മാരിലേക്ക്, ഹിജാസ്, കൂഫ, ബസറ, ബഗ്ദാദ്, ഖുറാസാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തിട്ടുള്ളതായി എന്ത് ചെയ്യുന്നു, ഈ റാവിമാരെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഇമാം ദഹബി ഒരിക്കൽ പറഞ്ഞത്, ഖുറാസാനിലേക്കും ഇറാഖിലേക്കും അതുപോലെ തന്നെ ഇരു ഹറമുകളിലേക്കും, മക്കയിലേക്കും ഒക്കെ മദീനയിലേക്കും ഒക്കെ അദ്ദേഹം യാത്ര പോവുകയും ഹദീസുകൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്നാൽ നമ്മൾ ഇമാം അബൂദാവൂദിനെ സംബന്ധിച്ചും ഇമാം ബുഖാരിയെ സംബന്ധിച്ചും പറഞ്ഞപ്പോൾ അവർ ഷാമിലേക്ക് പോയിട്ടുണ്ട്, ഈജിപ്തിലേക്കൊക്കെ പോയിട്ടുണ്ടെന്നാണ്. ഇമാം തുർമുദിയെ സംബന്ധിച്ചിടത്തോളം ഷാം ഭാഗത്തേക്ക് യാത്രകളില്ല, ഈജിപ്തിലേക്കും യാത്ര പോയിട്ടില്ല. എന്നാൽ മക്ക, മദീന, നേരത്തെ പറഞ്ഞ ഖുറാസാൻ, ഇറാഖ് എന്ന് പറഞ്ഞ നാടുകളിലെ മുഹദ്ദിസുകളായിരുന്നു അധികവും ഇമാം തുർമുദിയുടെ ഗുരുനാഥന്മാരായി നമുക്ക് കാണാൻ കഴിയുക. വണ്ണമറ്റ ഗുരുനാഥന്മാരുണ്ട്. പ്രസിദ്ധരായ ചില ആളുകൾ പറയുന്നത് മഹ്മൂദ് ബിൻ ഗൈലാനെ പോലുള്ള മഹാമുഹദ്ദിസുകൾ, ഖുതൈബത്ത് ബിൻ സഈദിനെ പോലുള്ള മുഹദ്ദിസുകൾ. ഖുതൈബ മുഹദ്ദിസ് മാത്രമല്ല, ഒരുപാട് തഫ്സീറുകളിലും പലപ്പോഴും നമ്മൾ കേട്ട് പരിചയിക്കുന്ന പേരാണ് ഇമാം ഖുതൈബത്ത് ബിൻ സഈദ്. പിന്നെ അലി ബിൻ ഹജർ അൽ മിർവസി, ഇമാം മിർവസി റഹിമഹുല്ലാ. മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി, ഇമാം ബുഖാരിയൊക്കെ തുർമുദിയുടെ ഗുരുനാഥന്മാരിൽപ്പെട്ട ആളാണ്. അബ്ദുറഹ്മാൻ അദ്ദാരിമി, നമ്മളറിയില്ലേ, സുനനുദ്ദാരിമിയുടെ ഗ്രന്ഥകാരൻ. ഇൻഷാ അല്ലാഹ് നമ്മളത് ദാരിമിയിൽ നിന്നുള്ള ഒരു ഹദീസിനെ വായിക്കുമ്പോൾ നമ്മൾ അവിടെ കൃത്യമായി പ്രതിപാദിക്കും. പിന്നെ ഇമാം മുസ്ലിം ഇബ്നു ഹജ്ജാജ് ഒക്കെ ഇമാം തുർമുദിയുടെ ഗുരുനാഥനാണ്. ഇമാം തുർമുദിക്ക് ഒരുപാട് ഗുരുനാഥന്മാരുണ്ട്, ചില ആൾക്കാരെ പറഞ്ഞെന്നുള്ളൂ. അതേപോലെ തന്നെ ധാരാളം ശിഷ്യന്മാരും ഇമാം തുർമുദിക്കുണ്ട്. കുറേ ആളുകൾ ഇമാം തുർമുദിയിൽ നിന്ന് ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് ബിൻ അൽ മക്കിയെ പോലെ, അബൂ സഈദുൽ ഹൈദമിനെ പോലെ, അതുപോലെ തന്നെ ദാവൂദ് ബിൻ നസർ റഹിമഹുമുല്ലാ, ഇവരൊക്കെ പോലുള്ള മഹാമുഹദ്ദിസുകൾ. ഇസ്ലാമിലെ വലിയ സ്ഥാനവും മഹത്വവുമുള്ള ആളാണ് ഇമാം തുർമുദി റഹ്മഹുല്ലാ. ദുനിയാവിനോട് ഭയങ്കര വിരക്തിയുള്ള ആളായിരുന്നു. അറിവിന്റെ കാര്യത്തിൽ വല്ലാത്ത ആർത്തിയുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ വിശാലമായ വിജ്ഞാനത്തെ സംബന്ധിച്ച് ലോക പണ്ഡിതർ വാചാലരാണ്. ചില ഗ്രന്ഥങ്ങളിലൊക്കെ ഇമാം തുർമുദിയെ സംബന്ധിച്ച് വായിക്കുമ്പോൾ വളരെ നമുക്ക് ഭയങ്കര നമ്മളെ സ്വാധീനിക്കുന്ന ചില വരികൾ പണ്ഡിതന്മാരിൽ നിന്ന് കാണാൻ കഴിയും. ഒരിക്കൽ ഇമാം തുർമുദി പറഞ്ഞതായിട്ട് ഇമാം ദഹബി തന്നെ രേഖപ്പെടുത്തിയത്. ഇമാം തുർമുദി പറഞ്ഞു, ഞാൻ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്ന് കേട്ട വാക്ക്, മൂപ്പര് അഭിമാന പുരസ്സരം പറയുന്ന വാക്കാണ്. ഇമാം ബുഖാരി പറഞ്ഞത്രേ, അബൂ ഈസ, നീ എന്നിൽ നിന്ന് ഉപകാരമെടുത്തതിനേക്കാൾ കൂടുതൽ ഞാൻ നിന്നിൽ നിന്ന് ഉപകാരമെടുത്തു എന്നാണ്. എന്നെക്കൊണ്ട് നിനക്ക് കിട്ടിയ ഉപകാരത്തെക്കാൾ എനിക്ക് നിന്നെക്കൊണ്ട് ഒരുപാട് നേട്ടം ഉണ്ടായി എന്ന് ഇമാം ബുഖാരിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞുവെങ്കിൽ അതൊക്കെ ഒരു ശിഷ്യൻ എന്ന നിലക്ക് അദ്ദേഹത്തിന് എന്നും ഓർത്തുവെക്കാൻ പറ്റുന്ന വാക്കുകളാണ്. അദ്ദേഹം ഓർത്തുവെച്ചു എന്ന് മാത്രമല്ല, അത് അദ്ദേഹം പറയുകയും ചെയ്തതായിട്ടാണ് ഇമാം ദഹബിയും ഇമാം ഇബ്നു ഹജർ അസ്കലാനിയും ഒക്കെ അതിനെ സംബന്ധിച്ച് പറയുന്നത്. ഏതായാലും ഉമർ ബിൻ അലി റഹിമഹുല്ല പറയുന്നതായി എന്ത് ചെയ്യാണ്, ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഒരു വരി, ഇമാം ബുഖാരി മരണപ്പെട്ടു. ഇമാം ബുഖാരി മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഖുറാസാൻ എന്ന് പറയുന്ന നാട്ടിലെ അറിവിലും ഹിഫ്ളിലും അതുപോലെ തന്നെ നല്ല സൂക്ഷ്മതയിലുമൊക്കെ വിരക്തിയിലുമൊക്കെ കഴിയുന്ന അബൂ ഈസയെ പോലുള്ള ഒരാളല്ലാതെ എന്ത് ചെയ്തിട്ടില്ല, ബാക്കിയായിട്ടില്ല എന്നാണ്. ഇമാം ബുഖാരിക്ക് ശേഷം പകരം വെക്കാൻ പറ്റുന്നൊരു പണ്ഡിതനുണ്ടെങ്കിൽ അത് അബൂ ഈസ മുഹമ്മദ് ബിൻ ഈസ അത്തുർമുദി റഹിമഹുല്ലയാണ് എന്നാണ് ഇമാം ഹാക്കിമിന്റെ അഭിപ്രായം. ഏതായാലും അവിടെ കേട്ട വല്ലാതെ നമ്മൾ വലിയ വർത്തമാനങ്ങളെ ഇനി വല്ലാതെ നമ്മൾ വിശാലമാക്കുന്നില്ല.
അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മഹാമുഹദ്ദിസുകളിൽ ഒരാളുമാണ് ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി. അഹ്ലു സുന്നന്റെ ആളാന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളൊക്കെ ആ ഒരു പ്രസ്താവനയെ ശരിവെക്കുന്നതാണ്. നേരെ ഒരു ബിദ്അത്തോ അതിലൊരു ശിർക്കോ അതല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളോ ഒന്നും വെച്ച് പുലർത്താത്ത, അനാചാരങ്ങളൊന്നും അല്ലാതെ വെച്ച് പുലർത്താത്ത പണ്ഡിതന്മാരിൽ ഒരാൾ, കറ കളഞ്ഞ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ ഒരാൾ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി അൽ ജാമി എന്ന് പറഞ്ഞ, അൽ ജാമി എന്ന് പറഞ്ഞാൽ നമ്മളറിയും സുനനു തുർമുദി എന്നും പറയും, ജാമിഉ തുർമുദി എന്നും പറയാറുണ്ട്. തുർമുദിയുടെ ഗ്രന്ഥത്തിന് മാത്രമാണ് അൽ ജാമി എന്നുള്ള നിലക്ക് പണ്ഡിതന്മാരെന്ത് ചെയ്യുക പറഞ്ഞു പോരെ. സുനനുകളിലേത് സ്വഹീഹുൽ ബുഖാരിക്ക് അൽ ജാമിഉ സ്വഹീഹ് എന്ന് നമ്മൾ പേര് പറഞ്ഞിരുന്നു. എന്നാൽ ഈ സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് ബുഖാരി എന്നതിനപ്പുറത്തുള്ള ബാക്കി കുതുബു സിത്തയിലെ 4 ഗ്രന്ഥങ്ങൾക്കും അസുനൻ എന്ന പേരുണ്ടെങ്കിലും അതിൽ ഇമാം തുർമുദിയുടെ സുനനിന് അൽ ജാമി എന്ന് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, പേര് പറയപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ജാമി എന്ന പേര് വരാനുള്ള കാരണം എന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മളൊരു ഭാഗത്ത് കൃത്യമായി പറയും. കാരണം ഹദീസ് ഗ്രന്ഥങ്ങളുടെ വ്യതിരക്തത, അതിന്റെ സവിശേഷത പറയുന്ന ഭാഗത്ത് നമുക്കതിനെ വിശദീകരിക്കാം. സുനന്, ജാമി, സിഹാഹ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇനി അതിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു ഗ്രന്ഥമാണ് അൽ ഇലലു സഗീർ വൽ കബീർ. കിതാബുൽ ഇലൽ എന്ന് പറഞ്ഞാൽ തന്നെ ഇമാം തുർമുദി റാവിമാരെ സംബന്ധിച്ചും ഹദീസിന്റെ നിദാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് തഖ്രീജുമായി ബന്ധപ്പെട്ടിട്ട് കുറേ ചർച്ചകൾ നിലനിൽക്കുന്ന അൽ ഇലൽ പഠിച്ചാൽ തന്നെ ശരിക്ക് എന്ത് ചെയ്യാം, ഈ സനദുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനത്തിനൊരു ആവേശം നമുക്ക് കിട്ടുമെന്നാണ്. ഇലൽ എന്ന ഗ്രന്ഥം മഹാപണ്ഡിതന്മാരിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിച്ചാൽ ഒരു വലിയ ഭാഗ്യമാണ്. അൽ ഇലൽ സഗീർ വൽ കബീർ എന്ന് പറഞ്ഞ ഗ്രന്ഥം വളരെ പ്രസിദ്ധമാണ്. പിന്നെ ഇമാം തുർമുദിന്റെ നമ്മൾ കേട്ടു പരിചയിച്ച ഒരു പുസ്തകമാണ് ഷമാഇലു തിർമിദി, ഷമാഇലുൽ മുഹമ്മദിയ എന്ന പേരിൽ അറിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ മുഴുവൻ ഏകദേശം 400ഓളം ഹദീസുകൾ ആ ഗ്രന്ഥത്തിലുണ്ട്. ഷമാഇലുൽ മുഹമ്മദി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞു തരുന്ന നബിയുടെ ശാരീരികപരമായ സവിശേഷത, സ്വഭാവപരമായ സവിശേഷത പലതും അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 400ഓളം ഹദീസുകൾ. വളരെ പ്രസിദ്ധമാണ് ആ ഗ്രന്ഥം എന്നാണ്. തിർമിദ് എന്ന് പറയുന്ന നാട്ടിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ തിർമിദ് എന്ന് പറയുന്ന നാട്ടിലെ അൽ ബൂഗ് എന്ന് പറയുന്ന ആ ചെറിയ ഗ്രാമത്തിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. തൻ്റെ നാട്ടിൽ വെച്ചാണ് അദ്ദേഹവും നമ്മുടെ അവസാന കാലഘട്ടത്തിൽ വായിച്ചും പഠിച്ചും ഒക്കെ കണ്ണിന്റെ കാഴ്ച വരെ നഷ്ടപ്പെട്ട പണ്ഡിതരിൽ ഒരാളാണ്. 271 ഹിജറ റജബ് മാസമാണ് ഇമാം തുർമുദി മരണപ്പെട്ടതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥം നമ്മളിന്ന് ഹദീസ് വായിക്കുന്നത് അൽ ജാമി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ സുനൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ ആ സുനൻ എന്ന പേര് മാത്രമല്ല, അൽ ജാമി എന്നുള്ള പേര് മാത്രമല്ല, വേറെയും പേരിൽ സുനന് തുർമുദി അറിയപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 5ഓളം പേരുകളിൽ അറിയപ്പെട്ടു. അതിലൊന്ന് അൽ ജാമി, നമ്മൾ പറഞ്ഞ പ്രസിദ്ധമായ ഒരു പേര്. പിന്നെ അൽ ജാമിഉ സ്വഹീഹ് എന്ന പേരും പറഞ്ഞു. അൽ ജാമിഉൽ കബീർ എന്നും സുനന് തുർമുദിക്ക് ചില പണ്ഡിതന്മാർ പേര് പറഞ്ഞത് കാണാം. അൽ ജാമിഉൽ മുഖ്തസർ മിന സുനൻ എന്ന പേരും നൽകിയത് കാണാം. അസുനൻ എന്ന് പറഞ്ഞ പേരും കാണാം. ഏതായാലും ഇതൊക്കെ പല രീതിയിൽ നമ്മൾ കേട്ടു പോന്ന ഇമാം തുർമുദിയുടെ ഗ്രന്ഥത്തിന്റെ പേരാണ്. 5ഓളം പേരുകൾ നമ്മളിന്ന് പറഞ്ഞു എന്നുള്ളൂ. ഏതായാലും എത്ര ഹദീസ് ഉണ്ടാവും സുനന് തുർമുദിയിൽ? നമ്മൾ ബുഖാരിയിൽ എത്ര ഹദീസ് ഉണ്ട്, സ്വഹീഹ് മുസ്ലിമിൽ എത്ര ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. സുനന് തുർമുദിയിൽ എത്ര ഹദീസുകൾ ഉണ്ടാകും? അതിലും നമുക്ക് കാണാൻ കഴിയും 5000 ചില്ലാനം ഹദീസുകൾ, 4000 ചില്ലാനം ഹദീസുകൾ. അതായത് 51ഓളം പ്രധാന അധ്യായങ്ങൾക്ക് നമ്മൾ പറഞ്ഞ അൽ കിതാബ് എന്ന് പറയുന്ന കിതാബ് ബാബ് എന്നിങ്ങനെ പറയുമ്പോൾ ഏകദേശം 51ഓളം കിതാബ് അധ്യായങ്ങൾ, പിന്നുള്ളത് ഉപാധ്യായങ്ങൾ, 51ഓളം അധ്യായങ്ങൾ സുനനു തുർമുദിയിലുണ്ട്. അതിൽ 2231 ബാബുകളിൽ 2231 ഉപാധ്യായങ്ങൾ, 3956 ഹദീസുകൾ അദ്ദേഹം രേഖപ്പെടുത്തിയെന്നാണ് അഹമ്മദ് ബിൻ ഷാക്കിറിനെ പോലുള്ള പണ്ഡിതന്മാർ. അഹമ്മദ് ബിൻ ഷാക്കിർ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധനായൊരു മുഹക്കിക്കാണ്. പല ഗ്രന്ഥങ്ങൾക്കും കൃത്യത വരുത്തിയിട്ട് അതിൻ്റെ എണ്ണങ്ങളും അതിൻ്റെ ബാബുകളും ഒക്കെ ഇങ്ങനെ ക്രോഡീകരിച്ചു വെക്കുന്ന, പിൽക്കാലത്ത് ഹദീസ് ഗ്രന്ഥങ്ങളുടെ മേൽ ഒരുപാട് ഗവേഷണം നടത്തി ഗ്രന്ഥം രചിച്ച ആളാണ് അഹമ്മദ് ഷാക്കിർ. അഹമ്മദ് ഷാക്കിറിനൊക്കെ തഫ്സീറിലും ഹദീസുകളിലും കാണാം. ഇബ്നു കസീറിന്റെ തഫ്സീറിനെ മുഖ്തസറാക്കിയത് കാണാൻ കഴിയും. അഹമ്മദ് ഷാക്കിർ ഉംദത്തു തഫ്സീർ എന്നാണ് അതിന്റെ പേര്. ഞാൻ എൻ്റെ ഇടയിൽ സൂചിപ്പിച്ചു എന്നുള്ളൂ. അഥവാ പഴയ ഗ്രന്ഥങ്ങളുടെ മേൽ പുതിയ വർക്കുകൾ എടുത്തുകൊണ്ട് ആ ഗ്രന്ഥങ്ങളെ കൂടുതൽ കുറ്റമറ്റതാക്കി, കെട്ടുറപ്പുള്ളതാക്കി, വായിക്കാൻ കൂടുതൽ പ്രേരിപ്പിക്കുന്നതാക്കിയിട്ട് മാറ്റുന്ന പ്രവർത്തനം, തഹ്ഖീഖ് അല്ലെ, അതിലെ ഹദീസുകളെയും അതിലെ മറ്റ് പരാമർശങ്ങളെയും ഒക്കെ ഒന്ന് ഓതന്റിക്കാക്കിയ രീതിയിൽ അതിൻ്റെ സത്യാവസ്ഥകളെയൊക്കെ പറയുന്ന രീതിയിലാണ് തഹ്ഖീഖ് ശ്രമങ്ങൾ നടത്താറുള്ളത്. ഇമാം അഹമ്മദ് ഷാക്കിറാണ് പറഞ്ഞത് 3956ഓളം ഹദീസ്, 4000-നടുത്തുള്ള ഹദീസുകൾ സുനൻ തിർമിദിയിലുണ്ടെന്ന്. അതിന് ഒരൊറ്റ ഹദീസ്
അതിനൊരൊറ്റ ഹദീസാണ് നമ്മളെന്ന് പറയുന്നത്. അബ്വാബുൽ മനാഖിബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ സവിശേഷതകളെ, പ്രത്യേകതകളെ എടുത്തു പറയുന്ന ബാബുകൾ, ഉപാധ്യായങ്ങൾ. അതിലെ ബാബുൻ ഫളിലിൽ മദീന, അല്ലെങ്കിൽ വായിക്കുമ്പോൾ ബാബു ഫളിലിൽ മദീന, അല്ലെങ്കിൽ ബാബുൻ ഫളുലുൽ മദീന, ബാബു ഫളിലിൽ മദീന. രണ്ട് രീതിയിലെ വായനകളെ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന് മുലാഫിലിയായിട്ട് വായിച്ചു, മറ്റൊന്ന് അവിടെ ബാബുൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു മുബത്തൊന്ന് ഖബറുമായിട്ടും നമ്മൾ പറഞ്ഞു പോരാൻ. ബാബു ഫളിലിൽ മദീന, മദീനയുടെ ഫളിൽ. മദീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തു അന്നബവിയയുടെ ഫളിലുകളെ വിശദീകരിക്കുന്ന ഭാഗങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. സുനൻ തുർമുദിയിൽ നിന്നൊരു ഹദീസാണ്. ഖാല ഹദ്ദസന അബ്ദുല്ലാഹി ഇബ്നു അബി സിയാദ്, അദ്ദേഹത്തിന്റെ ഗുരുനാഥരിൽപ്പെട്ട അബൂ സിയാദിൽ നിന്നുള്ള വാക്കാണ്. അബ്ദുല്ലാഹി ഇബ്നു അബി സിയാദ് പറഞ്ഞു, ഖാല ഹദ്ദസന അബൂ നുബാത യൂനുസ് ഇബ്നു യഹ്യ ഇബ്നു നുബാത ഖാല ഹദ്ദസന സലമത്ത് ഇബ്നു വർദാൻ അൻ സഈദ് ഇബ്നു അബി അൽ മുഅല്ല അൻ അലി ഇബ്നു അബി താലിബ്. നമ്മൾ ഈ ഹദീസ് നാലാമത്തെ ഹദീസാണ്, നാലാമത്തെ രാവാണ്, നാലാമത്തെ ഖുലഫാ റാഷിദുകളിലെ നാലാമത്തെ ഒരു സഹാബി എന്നുള്ള നിലക്കാണ് ഞാൻ ഈ ഹദീസിനെ തിരഞ്ഞെടുത്തത്. കാരണം ഖുലഫാ റാഷിദുകൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് അബാദിലുകളെ പറഞ്ഞിട്ട് സഹാബിമാരെ വിശദീകരിക്കാം എന്നുള്ള നിലക്കാണ്. ഉമർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞു, ഇന്ന് അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കഴിഞ്ഞു, ഇന്ന് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. അലി റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് ഹദീസുകൾ റിവായത്ത് ചെയ്തത് കാണാം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒപ്പം ഈ റിവായത്തിൽ അബൂ ഹുറൈറ കൂടിയുണ്ട്. അബൂ ഹുറൈറയെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് ഇമാം നസായിൽ നിന്നൊരു ഹദീസ് എടുക്കുമ്പോൾ നമ്മൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് എടുത്തിട്ടായിരിക്കും വായിക്കുക. അപ്പോൾ അബൂ ഹുറൈറയുടെ ചരിത്രം നമ്മൾ അവിടെ പരാമർശിക്കും. ഇന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയാം. ഏതായാലും ഹദീസിന്റെ ബാക്കി ഭാഗം ഇങ്ങനെയാണ്. റളിയല്ലാഹു അൻഹുമ, രണ്ടുപേർക്ക് അല്ലാഹു റിള കൊടുക്കട്ടെ, അമീൻ. ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. കേട്ട് പരിചയിച്ചൊരു ഹദീസാണ് അല്ലേ, ഇത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. റസൂലുള്ളാഹി പറയാൻ, എൻ്റെ വീടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പുകളിലെ ഒരു തോപ്പാണ്, സ്വർഗത്തോപ്പാണെന്നാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണം നമുക്ക് പറയാം. ആദ്യം ഇമാം തുർമുദി വിശദീകരിച്ച ഈ ഹദീസിലെ പ്രധാനിയായ സഹാബി അലി റളിയല്ലാഹു അൻഹു. ആരാണ് അലി? നമ്മൾ പറഞ്ഞു ഖുലഫാ റാഷിദുകളിൽ നാലാമൻ. അലി ഇബ്നു അബി താലിബ്, അബ്ദു മനാഫ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഷൈബ ഇബ്നു ഹാഷിം, അംർ ഇബ്നു അബ്ദുൽ മനാഫ് ഇബ്നു ഖുസൈ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര ഇങ്ങനെ വായിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പര വായിച്ചു പോകുമ്പോൾ അലി ഇബ്നു അബി താലിബ് അല്ലേ, അബുൽ ഹസൻ എന്ന വിളിപ്പേരുണ്ടായിരുന്നു, അബുൽ ഹസൻ. മാത്രമല്ല അബൂ തുറാബ്, അമീറുൽ മുഅ്മിനീൻ എന്നൊക്കെ അപരനാമങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. അബൂ തുറാബ് ഒക്കെ അബൂ തുറാബ് എന്ന് പേര് വരാനുള്ള കാരണം ഒരിക്കൽ ഫാത്തിമ ബീവി പറഞ്ഞതായിട്ട് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. ഞങ്ങൾക്കിടയിൽ ചെറിയൊരു പണക്കുണ്ടായി. ദേഷ്യം പിടിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു പുറത്തേക്ക് പോയി. ദേഷ്യം വരുമ്പോൾ ആ സ്ഥലത്ത് നിൽക്കാതൊക്കെ മര്യാദയാണ്. ആ ദേഷ്യം ഉണ്ടാകുന്ന സ്ഥലത്ത് ആ ദേഷ്യത്തെ ലഘൂകരിക്കാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചെന്നൊരു മാർഗ്ഗമാണ്. ഒന്നെങ്കിൽ നിൽക്കുകയാണെങ്കിൽ ഇരിക്കണമെങ്കിൽ കിടക്കുക, അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് പോവുക, ഒതുണ്ടാക്കുക, അതൊക്കെ റസൂലുള്ളാഹി പറഞ്ഞെന്ന കാര്യമാണ്. അലി റളിയല്ലാഹു അൻഹു കാണിച്ച ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ നിൽക്കാതെ അവരുടെ ജീവിതത്തിൽ വരെ അല്ലെ മാനുഷികമായ ചില പ്രയാസങ്ങളുണ്ടാവും. ഫാത്തിമ ബീവിനോട് ഉണ്ടായിരുന്ന ചെറിയൊരു ഈർഷതയിൽ വിട്ട് ഇറങ്ങി മദീനത്തെ പള്ളിയിൽ പോയി എന്നാണ്. മദീനത്തെ പള്ളി അന്ന് മണൽ ആയിട്ടുള്ള പള്ളിയിൽ പോയി ഇങ്ങനെ കിടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയുടെ അരികിലേക്ക് വന്നപ്പോൾ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞങ്ങൾക്കിടയിൽ ചെറിയ പ്രശ്നം ഉണ്ടായി, വിട്ടിറങ്ങി എന്നാൻ. അങ്ങനെ അന്വേഷിച്ചപ്പോൾ മദീനത്തെ പള്ളിയിലുണ്ടെന്ന് അറിയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചെല്ലുകയും അവിടെ കിടക്കുന്ന അലിയുടെ പുറത്ത് തട്ടി യാ അബാ തുറാബ്, മണ്ണിങ്ങനെ തട്ടിയിട്ട് യാ അബാ തുറാബ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി അഭിസംബോധന ചെയ്തു എന്നാണ്. ആ ഗുനിയ വരാനുള്ള കാരണം, അബൂ തുറാബ് എന്ന പേര് വരാനുള്ള കാരണം അതാണ് എന്ന് ചില ചരിത്രകാരന്മാർ അവിടെ ചേർത്ത് വായിച്ചു എന്നാണ്. അമീറുൽ മുഅ്മിനീൻ അല്ലെ, ഖലീഫയാണ്, അതുകൊണ്ടാണ് അമീറുൽ മുഅ്മിനീൻ എന്ന പേരും വരാനുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാകുന്നതിന്റെ 10 വർഷം മുമ്പ് മക്കയിൽ ജനിച്ചവനാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു. നബുവത്തിന്റെ 10 വർഷം മുന്നേ മക്കയിൽ ജനിച്ചു. അപ്പോൾ നബിയും അവരുടെയും തമ്മിലുള്ള പ്രായം നമുക്ക് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യന്റെ അല്ലെ അബൂ താലിബ് എന്ന് പറഞ്ഞ നബിക്ക് താങ്ങും തണലുമായി നിന്ന ആ പ്രിയപ്പെട്ട ഒരാളുടെ മകനാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ് അലി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് അലി റളിയല്ലാഹു അൻഹു എന്നുള്ളത് നമുക്കറിയാം. 10ാമത്തെ വയസ്സിൽ കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചവനാണ് അലി റളിയല്ലാഹു അൻഹു. കുട്ടികളുടെ കൂട്ടത്തിൽ നമ്മൾ ആദ്യം ഇസ്ലാമിനെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന പരിഗണന റസൂലുള്ളാഹി പലർക്കും നൽകിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തട്ടിൽ കിടന്നു വളർന്നവനാണ് അലി റളിയല്ലാഹു അൻഹു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. തബൂക്ക് ഒഴികെ ബാക്കിയുള്ള എല്ലാ യുദ്ധങ്ങളിലും നബിയോടൊപ്പം അണിചേർന്നവനാണ്
അലി റളിയല്ലാഹു അൻഹു പലപ്പോഴും പല യുദ്ധങ്ങളിലും പതാകവാഹകനായിരുന്നു അലി റളിയല്ലാഹു അൻഹു. ധീരതയെ സംബന്ധിച്ചാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. പതാക വഹിക്കാൻ ആ ചെറിയ കുട്ടി പതാക വഹിക്കാൻ പ്രാപ്തനാണെങ്കിൽ ധീരതയാണ് സൂചിപ്പിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ധീരതയെ നമ്മൾ പലപ്പോഴും ഖൈബർ കോട്ടയുടെ വാതിലിനെ പിടിച്ചു വെച്ച് പ്രതിരോധിച്ച അലിയുടെ ശക്തിയെ സംബന്ധിച്ച് നമ്മളൊക്കെ വല്ലാതെ കോരിത്തിരിക്കാറുണ്ട് ചില പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അലി, മൂസാ നബിക്ക് ഹാറൂനിനുള്ള സ്ഥാനം, മൂസാ നബിയും ഹാറൂനും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, അതേപോലെയാണ് ഞാനും നീയുമെന്ന് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ശേഷം ഒരു നബി ഇല്ലല്ലോ, ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഒരു നബി ഇല്ലല്ലോ. ഹാറൂൻ അലൈഹിസ്സലാം നബിയാണ്, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി ബദറിലും മറ്റു മിക്ക യുദ്ധങ്ങളിലും പതാകവാഹകനായി അലിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിരുന്നു എന്നാണ്. ഏതായാലും അൻസാരികൾക്കും മുഹാജിറുകൾക്കും ഇടയിൽ നബി ഹിജറ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തിരുന്നു, ഒരു സാഹോദര്യ ബന്ധം, ഒരു ഉഖുവത്ത് സ്ഥാപിച്ചിരുന്നു. തആഖാ ബൈനഹും, അവർക്കിടയിൽ സഹോദരന്മാരാക്കി നിശ്ചയിച്ചു കൊടുത്തിരുന്നു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, അലി, നീ എനിക്ക് സഹോദര തുല്യനാൻ, നീ എനിക്ക് സഹോദരനാൻ എന്ന് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സന്തോഷം അറിയിക്കാൻ നബിക്ക് അത്രക്കും ഇഷ്ടമാണ് അലിയെ റളിയല്ലാഹു അൻഹു. പക്ഷെ ആ ബന്ധങ്ങളെ വേറെ രീതിയിലാണ് പലരും എന്ത് ചെയ്തിട്ടുള്ളത്, പിന്നീട് വ്യാഖ്യാനിച്ചു പോരുന്നത്. നമുക്ക് കാണാം, അലി റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികളിൽ ഒരാളാണ്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഉമറും അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന. അലിക്കും സ്വർഗമാണ് റസൂലുള്ളാഹി എണ്ണിയതാണ്. ഒരു സംഭവം എങ്ങനെയാണ്, റസൂലുള്ളാഹി ഒരു തോട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, നമുക്കറിയാം ഏറെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തോട്ടത്തിൽ ഇങ്ങനെ ഇരിക്കണ സമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്, ഒരു അൻസാരിയായ ഒരു പെണ്ണിന്റെ തോട്ടാൻ. ആ തോട്ടത്തിന്റെ അരികിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഈ തോട്ടത്തിന്റെ ഇന്ന ഭാഗത്ത് നിന്ന് ആദ്യം കടന്നു വരുന്നവൻ സ്വർഗാവകാശിയാണ്. അങ്ങനെ എല്ലാവരും നോക്കുകയാണ്, അതാ വരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നെ പറഞ്ഞു റസൂലുള്ളാഹി, ഇനി ആ ഭാഗത്ത് നിന്ന് കടന്നു വരുന്നവൻ സ്വർഗാവകാശിയാൻ. അല്പം കഴിഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിലൂടെ കടന്നു വന്നു ഞാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇനി ഈ ഭാഗത്തു കൂടി കടന്നു വരുന്നവൻ സ്വർഗത്തിൽ ഒരാൾ നിങ്ങളുടെ മേൽ ഇതാ കടന്നു വരാൻ പോകുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞു ഞാൻ, വേറൊരു ഭാഗം ചൂണ്ടിക്കാണിച്ചിട്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ പറയാൻ, പഠിച്ചവനെ, ആ വരുന്നത് നീ ഉദ്ദേശിച്ചത്, റബ്ബേ നീ ഉദ്ദേശിക്കുന്ന ആൾ അലിയാവണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ അലി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു ഞാൻ. അലിയോടുണ്ടായിരുന്ന നബിയുടെ സ്നേഹവും സന്തോഷവും അലിക്ക് സ്വർഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അറിയിച്ചതിനാൽ പഠിപ്പിച്ചതുമൊക്കെ വളരെ സുപ്രസിദ്ധമാണ്. നമ്മൾ ഇനി വല്ലാതെ അലി റളിയല്ലാഹുവിന്റെ ചരിത്രം കണ്ട് വിശാലമായിട്ട് പറയുന്നില്ല. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ വിശദീകരണത്തിൽ വന്നിട്ട് നമ്മൾ ഈ ഭാഗത്ത് കൺക്ലൂഡ് ചെയ്യാണ്. മാ ബൈന ബൈത്തി വ മിംബരി റൗളത്തു മിൻ റിയാദിൽ ജന്ന, എൻ്റെ വീടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പാൻ. വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബിക്ക് അവിടെ മദീനത്തിന്റെ പള്ളിന്റെ അടുത്ത് കുറെ വീടുകളുണ്ടായിരുന്നു, ഓരോ ഹുജറകൾ, ഓരോ ഭാര്യമാർക്ക് ഓരോ ഹുജറാണ്. ഈ വീട് അതെ എൻ്റെ വീട് എന്ന് റസൂലുള്ളാഹി ആയിഷ ബീവിക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിക്കൊടുത്ത വീടാണ്, ഹുജറത്തു ആയിഷ അല്ലേ, ആയിഷ ബീവിയുടെ വീടാണ്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറമാടപ്പെട്ടത്. ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ കിടന്ന് റസൂലുള്ളാഹി മരിച്ചപ്പോൾ അമ്പിയാക്കൾ മരിക്കുമ്പോൾ അവിടെ തന്നെ മറമാടപ്പെടണം എന്നുള്ളതാണ് ഇസ്ലാമിക നിയമം, അള്ളാഹുവിന്റെ കൽപ്പനയും അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറമാടപ്പെട്ടത് ആ വീട്ടിലാണ്. അപ്പോൾ റസൂലുള്ളാഹി ആ വീടിന്റെയും എൻ്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പാണ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ മുഹദ്ദിസുകൾ അതിനെ വ്യാഖ്യാനിച്ചു. ഇത് അവിടെ ഇരുന്നുള്ള ഒരു സത്യവിശ്വാസിയുടെ പ്രാർത്ഥനയും തട്ടങ്ങളും ആരാധനകളും ഒക്കെ സ്വർഗതുല്യമാണ് എന്ന് പറഞ്ഞ നല്ലൊരു ഇടത്തിൽ വെച്ച നല്ല പ്രതിഫലാർഹമായ ഒരു കാര്യമാണ് എന്ന് ചില മുഹദ്ദിസുകൾ അഭിപ്രായപ്പെട്ടു. ചില മുഹദ്ദിസുകൾ പറഞ്ഞു അതുകൊണ്ടുള്ള അർത്ഥം നാളെ പരലോകത്ത് അതൊരു സ്വർഗത്തോപ്പാക്കി അള്ളാഹു മാറ്റുമെന്നാണ്. ഒരു ആലങ്കാരിക പ്രയോഗമല്ല, അത് നേരെ മറിച്ച് ഒരു യാഥാർത്ഥ്യമായ ഒരു വസ്തുതയാണ് എന്നുള്ള നിലക്ക് അതിനെ വ്യാഖ്യാനിച്ചതും കാണാം. ഏതായാലും സ്വർഗത്തോപ്പാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. എന്നാൽ ചില ആൾക്കാർ നമ്മുടെ നാട്ടിൽ പറയും നബിന്റെ ഖബറാണ്, ഞാൻ റൗള കാണാൻ പോവാന്ന് പറയുമ്പോൾ അധികം ഉദ്ദേശം നബിന്റെ ഖബർ എന്നറിയാം. നബിന്റെ ഖബർ റൗള എന്ന പേരിൽ അറിയപ്പെട്ടിട്ടില്ല. ശരിക്കും നബിയുടെ ഖബർ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ശരി നബിയുടെ ഖബർ ഒരു പള്ളിയുടെ ഭാഗമാണോ? അല്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിന് സ്വഹീഹ് മുസ്ലിമിലൊക്കെ ഈ ഒരു ഹദീസിന്റെ ഭാഗം വന്നപ്പോൾ മിൻഹാജ് എന്ന് പറയുന്ന ഷറഹിൽ ഇമാം നവവിനെ ഞാൻ എടുത്തുദ്ധരിക്കാനുള്ള കാരണം ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രസിദ്ധനായ പണ്ഡിതനാണല്ലോ ഇമാം നവവി. ഇമാം നവവി പറയാണ്, പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളൊക്കെ അതിന്റെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന വീടുകളൊക്കെ പള്ളിയാക്കി എന്ത് ചെയ്തു, മാറ്റപ്പെട്ടു. എന്നാൽ ആയിഷ ബീവിയുടെ വീട് മാത്രം പള്ളിയാക്കി എന്ത് ചെയ്തിട്ടില്ല, നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്താണ്,
എൻ്റെ ഖബറിടം എന്ത് ചെയ്ത് ആരാധിക്കപ്പെടുന്ന ഒരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റരുതേ എന്ന റബ്ബിനോടുള്ള നബിയുടെ പ്രാർത്ഥന. ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ് ലാ തജ്അൽ ഖബരി ഈദ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളൊക്കെ. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖബറുകൾ സ്ഥിതി ചെയ്യുന്ന ആ വീടിൻ്റെ അകങ്ങളെ ഭിത്തികൾ കെട്ടി 4ഓളം നല്ല ശക്തമായ ഭിത്തികൾ കെട്ടി മറക്കപ്പെട്ടു എന്നാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ പള്ളിയായി ചേർക്കപ്പെട്ടു എന്നാണ്. അതൊക്കെ വളരെ വിശാലമായി ചരിത്രത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ സമയത്തിന്റെ പരിമിതി മൂലം വളരെ ചുരുക്കി പറയുകയാണ് എന്ന് മാത്രം. പിന്നീട് ആ ഭാഗം ഭിത്തിക്കുള്ളിൽ അകപ്പെട്ട ഭാഗം ഒരിക്കലും പള്ളിയായി അവിടെ നിന്ന് ആരെങ്കിലും നമസ്കരിക്കുകയോ ഒന്നും ചെയ്യില്ല. നമസ്കരിക്കപ്പെടാതിരിക്കാനും ആളുകൾ നമസ്കരിക്കുമ്പോൾ അങ്ങോട്ട് തിരിയാതിരിക്കാനും വേണ്ടിയാണ് അതിന് ഭിത്തികളാക്കി കെട്ടിയത് എന്ന് ഇമാം നവവി പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ആ ഭാഗങ്ങളെ ഇമാം നവവി തന്നെ എടുത്ത് പറയുന്നുമുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളാണ് പള്ളിയായി വിപുലീകരിക്കപ്പെട്ടത്. ആളുകളുടെ ജനസാന്ദ്രതയുടെ പെരുപ്പവും ഒക്കെ കാരണം, ആളുകൾ ഒരുപാട് നമസ്കാരക്കാരും ഒക്കെ മദീനയിലേക്ക് വരുന്ന ആ ഒരു കാരണം അങ്ങനെയാണ് വിപുലീകരിച്ചത്. ഇന്നും മദീനത്തെ പള്ളികളും മക്കയിലെ പള്ളികളും വിപുലീകരിച്ചു കൊണ്ടിരിക്കുന്ന നേർക്കാഴ്ചകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നബിയുടെ ഗുർഫ ഒരിക്കലും പള്ളിയുടെ ഭാഗമല്ല. നേരെ മറിച്ച് ആ ഒരു മുറിക്ക് പറയാ അൽ ഹുജറത്തു ഷരീഫ എന്നാണ് പല പണ്ഡിതന്മാരും അതിന് പറഞ്ഞു പോകുന്നത്. അതിനെ റൗദ എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ നബി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സത്യവിശ്വാസിയുടെ ഖബർ ഒന്നെങ്കിൽ റൗദയാണ് അല്ലെങ്കിൽ അതൊരു ഹുഫ്രയാണ്. മൂമിനാണോ സത്യവിശ്വാസിയാണോ ഒന്നെങ്കിൽ അവന്റെ ഖബർ സ്വർഗത്തിലൊരു തോപ്പാകും. മൂമിന്റെ ഖബർ എന്നാണ് ഏറ്റവും മൂമിനിയുടെ നേതാവാണ് റസൂലുള്ളാഹിന്റെ ഖബർ എന്തായാലും റൗദൻ സ്വർഗത്തോപ്പാണ്. അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ അല്ലേ? അത് ഉറപ്പാണ്. സത്യവിശ്വാസി ഏതൊരു സത്യവിശ്വാസിയുടേതും അതാണ്. നമ്മളിൽ നിന്ന് ഭരണപ്പെട്ടു പോയ വിശ്വാസികളുടെ ഖബർ അള്ളാഹു സ്വർഗത്തോപ്പാക്കട്ടെ. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാഫിറാണോ ഒരു മുനാഫിക്കാണോ ഹുഫറത്തു മിൻ ഹുഫരിന്നാർ, അയാളുടെ ഖബർ എന്ന് പറയുന്നത് നരകത്തിലെ ഒരു കുഴിയാണ്, നരകത്തിന്റെ ഒരു കുണ്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ നബിയുടെ ഖബർ എന്തായാലും റൗളയാണ്. പക്ഷേ ഈ പറഞ്ഞ റൗള മബൈന ബൈതി വ മിംബരി റൗളത്തു മിൻ റിയാലിൽ ജന്ന എന്നതുകൊണ്ടുള്ള വിവക്ഷ ഒരിക്കലും നബിയുടെ വീടല്ല, ആ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള ഇടമാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, അവിടെ ഇരുന്ന് ആരാധനയിൽ ഏർപ്പെടുന്ന ഒക്കെയുള്ള ആളുകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള സക്കീനത്തും റഹ്മത്തും ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു ഭാഗം പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. മറ്റൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരലോകത്ത് അതൊരു സ്വർഗത്തോപ്പാക്കി അള്ളാഹു അതിനെ മാറ്റുമെന്നുള്ള രീതിയുമാണ്. അള്ളാഹു അലം. ഏതായാലും ഒരിക്കലും അവിടെ ചെന്നിട്ട് നബിന്റെ ഖബർ കാണാൻ നമുക്ക് കഴിയില്ല. കാരണം അതിനെ 4 ഭിത്തികൾക്കപ്പുറം പിൽക്കാലത്ത് പഞ്ചഭുജത്തിൽ 5 രൂപങ്ങളിലുള്ള ഭിത്തികൾ കെട്ടി അതിശക്തമായ ചേരുവകൾ ചേർത്ത് ഭിത്തികൾ കെട്ടി അതിനെ പൂർണ്ണമായും അടച്ചു വെച്ച് ഒരു കിളിവാതിൽ പോലും ഇല്ലാതെ എന്നുള്ള നിലക്കുള്ള പരാമർശങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരാളും പിന്നീട് പിൽക്കാലത്ത് അത് കണ്ടിട്ടില്ല. നബിന്റെ ഖബർ കാണാൻ തന്നെ പറ്റാത്ത രൂപത്തിൽ അതിനെന്ത് ചെയ്തു, കവർ ചെയ്തു എന്നുള്ളതാണ്. അത് ഒരു സംരക്ഷിക്കപ്പെട്ടതാണ്. അല്ലെങ്കിൽ പലപ്പോഴും ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒരുപാട് കുഫറുകളിലേക്കും ആളുകൾ ചെന്നെത്തുമെന്നുള്ളത് ഇമാം നവവി തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളിൽ രേഖപ്പെടുത്തിയ വാക്കുകളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രമാത്രം ആ ചരിത്രങ്ങളെയും ആ സംഗതികളെയും നമ്മൾ ഓർത്തുകൊണ്ടു പോകണം. ഒരിക്കലും ഒരു ജാറം കെട്ടുന്നതിന് പോലും ഇതൊന്നും തെളിവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പോലും അങ്ങനെയാണ് എങ്കിൽ ഒരു ചാണിലേറെ ഉയർത്താൻ പാടില്ല എന്നുള്ള അതികണിശമായ രീതികൾ പണ്ഡിത ലോകം അതിൽ കണ്ടുവെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ജാറങ്ങളും ഒക്കെ എത്രമാത്രം ഇസ്ലാമിക അന്യമായ, ഇസ്ലാമിൽ നിന്ന് വിദൂരമായ കാര്യങ്ങളാണ് എന്നുള്ളത് ഈ ഹദീസ് വായിക്കുമ്പോൾ ഒരു വിശ്വാസി എന്ന നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരണം. ഇതുമായി ബന്ധപ്പെട്ട് കുറേ വിശദീകരണങ്ങളുണ്ട്, വളരെ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് വരുന്ന രാവിൽ നമുക്ക് ഇമാം നസായിയുടെ ഹദീസിൽ നിന്ന് ഹദീസുകൾ കേൾക്കണം, ഇമാം നസായിയെ കേൾക്കണം, ഇമാം നസായിയുടെ സുനനെ സംബന്ധിച്ചറിയണം. അതിൽ മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരുപാട് ഹദീസുകൾ റിവായത്ത് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവും നമുക്ക് വായിച്ചു പോകാം. അള്ളാഹു നമ്മുടെ യാത്രകൾ എളുപ്പമാക്കട്ടെ, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും നല്ല വിശദീകരണമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സ്നേഹിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.